കഴിഞ്ഞ ഒരു മാസം കൊണ്ട് യുവിക്ക് പാകല്ലാതായ ഡ്രസ്സാണ് കേട്ടോ ഇതെല്ലാം. ഒരു മാസം കൊണ്ട് 2 സൈസ് അവൻ അപ്ഗ്രേഡ് ചെയ്തു. പെട്ടെന്ന് സൈസ് മാറുന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരുപാട് ഡ്രസ്സ് വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ഡ്രസ്സൊക്കെ ഡൊണേറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം അവന് പാകമുള്ള കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കാനാണ് നമ്മളിന്ന് പോകുന്നത്. ഇവിടെ ഇപ്പോൾ വെതറൊക്കെ മാറി തുടങ്ങിയിട്ടോ, ചെറുതായി തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഡ്രസ്സ് വാങ്ങിക്കാൻ കുറച്ച്. എന്നാൽ പിന്നെ മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡി ആയാലോ? ഇത് പ്ലം നമുക്ക് സെൻഡ് ചെയ്ത് തന്ന ഹൈഡ്രോമീറ്റർ ആണ്. സ്കിന്നിലെ മോയിസ്റ്റ് ഓയിൽ ഇൻഡിക്കേറ്റീവ് വാല്യൂസ് ആണ് ഈ ഡിവൈസ് കാണിക്കുക. ഇപ്പൊ എന്റെ സ്കിന്നിൽ 37.7% മോയിസ്റ്റും 33.3% ഓയിലും ആണ്. ഇനി സ്കിൻ കെയർ എല്ലാം ചെയ്ത് ലാസ്റ്റ് ഒന്നും കൂടെ നോക്കാം. ആദ്യം നമുക്ക് പ്ലമ്മിന്റെ നയാസിനമൈഡ് സിറം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇനി മോയിസ്ചറൈസർ. ഇത് പ്ലമ്മിന്റെ റൈസ് വാട്ടർ ആൻഡ് 2% നിയാസിനമൈഡ് ക്ലിയർ മോയ്സ്ചർ ജെൽ ക്രീം ആണ്. കാണുന്ന പോലെ തന്നെ ഇത് സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആണ്. ഒപ്പം നല്ല ഹൈഡ്രേറ്റിംഗും ആണ്. പിന്നെ ആഡഡ് ഫ്രാഗ്രൻസ് ഇല്ല, ഒപ്പം തന്നെ സ്കിൻ ഒട്ടും ഓയിലി ആക്കുന്നുമില്ല. മോയ്സ്ചറൈസർ ഒക്കെ നന്നായി അബ്സോർബ് ചെയ്തതിനു ശേഷം വാല്യൂ ഒന്നും കൂടെ നോക്കുമ്പോൾ മോയ്സ്ചർ 46.6%, ഓയിൽ 22.3%. ഇൻഡിക്കേറ്റീവ് വാല്യൂവിൽ നല്ല ഡിഫറൻസ് കാണാനുണ്ട്. ഇനി നമ്മുടെ സ്ഥിരം മേക്കപ്പ്. കുറച്ച് ബ്ലഷ്, കുറച്ച് മസ്കാര, കുറച്ച് ലിപ്സ്റ്റിക്ക്, കുറച്ച് കാജൽ. ഒരു 2 ദിവസം തല കുളിച്ചില്ലെങ്കിൽ ഇത്രയും എണ്ണ തലേന്ന് വരും. വല്ല ഓയിൽ ഫാക്ടറി ഉള്ളത് പോലെ തലയിൽ ഇങ്ങനെ പശു നക്കിയതുപോലെ മുടിയാവുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ഇത്. ഇതാവുമ്പോൾ അടങ്ങി അവിടെ ഇരുന്നോളൂ. ഇനി വേഷവിധാനത്തിലോട്ട് വരികയാണെങ്കിൽ ഇന്നൊരു ജീൻസും ടോപ്പും ആയാലോ? ഇതൊരു ബ്ലാക്ക് ഷോർട്ട് സ്ലീവിൽ വരുന്ന കാർഡിഗൻ സ്റ്റൈൽ ടോപ്പാണ്. രസമുണ്ടല്ലേ കാണാൻ? പിന്നെ ഒപ്പം സിമ്പിളായിട്ട് ഒരു ബ്ലൂ ഡെനിം വൈഡ് ലെഗ് ജീൻസും. അങ്ങനെ ഞാൻ റെഡി. വിഷ്ണുവിനോട് ഷോപ്പിങ്ങിന് വരുന്നോന്ന് ചോദിച്ചാൽ ഞാൻ വല്ല അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകുന്ന പോലത്തെ എക്സ്പ്രഷൻ ആ മുഖത്ത്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഞാൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. അന്ന് ഞാൻ ഒരു ചൊറി മെഷീനൊപ്പം കൊണ്ടു നടക്കുന്ന പോലെയാ. ഇന്നെന്തായാലും ഈ ബാഗ് വിട്ട് യുവി ബോയുടെ ഷോപ്പിങ്ങിന് നമുക്ക് ഒറ്റയ്ക്ക് പോവാം.